ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താൻ പോണത് ഒരു കാര്യമാണ്, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതിന് മുന്നേ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും വളർന്നുകൊണ്ടിരിക്കുന്നത് എന്താ? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തിട്ട് താഴെ. അപ്പോൾ ഞാൻ പറയാം, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്തോളം കാലം നമ്മുടെ തലയിൽ വളരുന്ന മുടി എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും. മാസത്തിൽ ഒരു തവണയെങ്കിലും എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, വെട്ടണം, എന്തെങ്കിലും ചെയ്യേണ്ടതാണ് മുടി. ബോയ്സിന് എന്തായാലും മാസത്തിൽ ഒരു തവണയെങ്കിലും മുടി വെട്ടേണ്ടി വരും. ഗേൾസിന് അത്രത്തോളം വരില്ല. എന്നാലും ഗേൾസിനും ബോയ്സിനായാലും ഇപ്പോൾ ഒരുപാട് ഹെയർ ട്രീറ്റ്മെന്റുകളൊക്കെ വേണം അല്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മൾ ആശ്രയിക്കുക എന്തിനാ? സലൂൺസിനെയാണ് ആശ്രയിക്കുക. അപ്പൊ ഈ സലൂണിൽ പോയിട്ട് നമ്മൾ എന്തായാലും 2 മാസത്തിൽ ഒരിക്കലെങ്കിലും മസ്റ്റ് ആയാലും നമ്മൾ ഒരു വട്ടെങ്കിലും നമ്മൾ സലൂണിൽ പോണ ആൾക്കാരാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ അവിടെ ആൾക്കാരുണ്ടാവും, ഇതേപോലെ വേറെ പല ആവശ്യങ്ങൾക്ക് വന്ന ആൾക്കാർ അവിടെ ഉണ്ടാവും. അപ്പൊ അതുപോലെ വെയിറ്റ് ചെയ്ത് മടുപ്പിച്ചൊക്കെ കുറെ നേരം ഇരിക്കേണ്ടി വരും. കാരണം നമ്മളെക്കാട് മുന്നേ വന്നവരാവുമല്ലോ, ആദ്യം അവർക്കാവുമല്ലോ പ്രയോറിറ്റി. അപ്പൊ അങ്ങനെയാണ് പല സലൂണും പോണത്. ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യും. നമ്മൾ റീൽസ് ഒക്കെ കണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് മുടി വെട്ടാൻ പോയാൽ ഉണ്ടാവുന്ന നമ്മുടെ അനുഭവം അല്ലെ. അങ്ങനെ വെയിറ്റിങ് ചെയ്യാണ്ടിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റാ എന്താ? അങ്ങനെ സലൂണിൽ പോയ വശം നമ്മൾ ചെല്ലണു, നമുക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തിട്ട് നമ്മൾ പോരുന്നു. അങ്ങനെ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ഈ സലൂൺ മേഖലയിൽ 36 ലക്ഷം കോടി രൂപയാണ് ഒരു കൊല്ലത്തിൽ വരുമാനം ഉണ്ടാക്കുന്നത്. അതിൽ 30% ആൾക്കാരാണ് ഓർഗനൈസ്ഡ് സലൂൺ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ബാക്കി 70% ആൾക്കാരും ഈ ഇൻഡിവിജ്വൽ സലൂൺസ് ആണ് ചെയ്യണത്. വലിയ കാര്യമായ രീതിയിലൊന്നല്ല. അപ്പൊ നമ്മൾ ആ ഒരു ഐഡിയ, ആ ഒരു രീതി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഈ സിനിമയൊക്കെ പ്രീ ബുക്ക് ചെയ്ത് ചെല്ലല്ലേ, നമ്മൾ മുന്നേ കൂട്ടി ഈ ബുക്ക് മൈ ഷോ പോലത്തെ ആപ്പിലൊക്കെ നമ്മൾ മുന്നേ കൂട്ടി പ്രീ ബുക്ക് ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുത്ത് നമ്മൾ ചെല്ലണു. വേറെ ക്യൂവോ കാര്യങ്ങളോ ഒന്നും ടിക്കറ്റ് എടുക്കാൻ നിൽക്കണ്ട, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെല്ലണു, നമ്മൾ സിനിമ കാണുന്നു പോരും. അതേപോലെ തന്നെ നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് ഏത് സലൂണാണ് നല്ലത് എന്ന് റേറ്റിംഗ് ഒക്കെ നോക്കി പ്രീ ബുക്ക് ചെയ്ത് നമ്മൾ ചെല്ലാൻ പറ്റുന്ന രീതിയിൽ ഒരു ആപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന, 1 കോടി രൂപയിൽ കൂടുതൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഒരു വർഷത്തിൽ. അത്രയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പായിരിക്കും അത്. കാരണം നമുക്ക് അവിടേക്ക് നമ്മൾ സലൂണിൽ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചെല്ലണം, വെയിറ്റ് ചെയ്യില്ല, കാര്യങ്ങളില്ല, നമ്മൾ ബുക്ക് ചെയ്യണം. പേയ്മെന്റ് ഓപ്ഷനും നമുക്ക് ഓൺലൈൻ ത്രൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു ആപ്പ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും കൂടുതൽ രീതിയിൽ തന്നെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ തോന്നണത്? നിങ്ങളൊന്ന് കമന്റ് ചെയ്താ ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങളൊന്ന് ഇതേപോലെ റേറ്റിംഗും കാര്യങ്ങളും എല്ലാം നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട സലൂൺ മുന്നേ കൂട്ടി പ്രീ ബുക്ക് ചെയ്ത് ചെല്ലാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഒരു ആപ്പ് ബിൽഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ഐഡിയ വളരെ യൂണീക്ക് ആയിട്ടുള്ള ഐഡിയ എന്നാണ് എനിക്ക് തോന്നണേ. നിങ്ങൾക്കും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതേപോലെയുള്ള യൂണീക്ക് ആയിട്ടുള്ള ഐഡിയകൾക്ക് വേണ്ടി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.